നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ചെയ്തിട്ട് ദിവസങ്ങളല്ല മാസങ്ങളായി. കാരണം ഈ ജോലി തിരക്ക് കാരണം സമയം കിട്ടാറില്ല. പലപ്പോഴും വിചാരിക്കും, പക്ഷേ എന്ത് ചെയ്യാം, നോ ടൈം. ഈ ടൈം സമയം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സമയത്തെക്കുറിച്ചായാലോ? അതായത് നമുക്ക് സമയം, ടൈം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, സമയം എങ്ങനെ പറയും? ഒരാൾ എത്ര മണിയായി ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇംഗ്ലീഷ് പറയും? നിങ്ങൾക്ക് പലർക്കും അതറിയാം, എങ്കിലും അതിൻ്റെ ആധികാരികമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ അല്ലേ? കം ഓൺ. ഒരു ദിവസം നമുക്കറിയാം 24 മണിക്കൂറുണ്ട്. 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി, അങ്ങനെ 24 മണിക്കൂർ, 24 hours. അപ്പോൾ ഇതിൽ നമുക്ക് അർദ്ധരാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമ്മൾ പറയുന്നത് ആൻറ്റി മെറിഡിയം. AM എന്ന് പറയാറില്ലേ? AM, ആൻറ്റി മെറിഡിയം. അതായത് Antimeridiem denotes the time after midnight and before noon. അർദ്ധരാത്രിക്ക് ശേഷവും ഉച്ചയ്ക്ക് മുമ്പേയും വരുന്ന ആ ഒരു സമയമാണ് ആൻറ്റിമെറിഡിയം, AM. ഇനി ഉച്ച 12 മണി കഴിഞ്ഞാൽ ഉച്ച 12 മണി മുതൽ രാത്രി അർദ്ധരാത്രി 12 മണി വരെ പറയുന്നതാണ് പോസ്റ്റ് മെറിഡിയം. എന്താണ് പോസ്റ്റ് മെറിഡിയം? PM. കേട്ടില്ലേ? അതെന്താണ്? പോസ്റ്റ് മെറിഡിയം ഡിനോട്ട്സ് ദ ടൈം ആഫ്റ്റർ നൂൺ ആൻഡ് ബിഫോർ മിഡ് നൈറ്റ്. എന്താ? ഉച്ചയ്ക്ക് ശേഷം അർദ്ധരാത്രി വരെയുള്ള ആ സമയം, ആ കാലയളവാണ് പോസ്റ്റ് മെറിഡിയം, PM. ഞാനത് ഒരു അടിസ്ഥാനപരമായി പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് അറിയാൻ വേണ്ടി. AM ആൻഡ് PM. ഓക്കെ അല്ലേ? നമുക്കിനി സമയം, ഇംഗ്ലീഷിൽ സമയം എങ്ങനെ അറിയാം, എങ്ങനെ പറയാം എന്ന് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഉദാഹരണത്തിന് ഒരു 2 മണി എടുക്കാം. 2 മണി. ഇപ്പോൾ സമയം ചോദിക്കാൻ വേണ്ടി വാട്ട് ടൈം ഈസ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട്സ് ദ ടൈം നൗ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഇപ്പോൾ 2 മണിയാണെങ്കിൽ ഇറ്റ് ഈസ് 2 o'clock അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് കൊളോക്വൽ ഭാഷയിൽ ഇറ്റ്സ് 2 o'clock. വാട്ട്സ് ദ ടൈം നൗ? ഇറ്റ്സ് 2 o'clock. ഓക്കെ. ഇനി മണി 2 മണി കഴിഞ്ഞ് 5 മിനിറ്റായിട്ട് അല്ലേ? 2:05 എന്ന് പറയും. 2 മണി എത്രയായി? 2:05. ഇപ്പോൾ ഇംഗ്ലീഷിൽ 2:05 അല്ലേ? 2:05. പക്ഷേ പറയേണ്ട രീതി പറയുന്നത് 5 past 2. 5 minutes ആണ്, പക്ഷേ മിനിറ്റ്സ് നമുക്ക് വേണ്ട, അണ്ടർസ്റ്റുഡാണ്. 5 past 2, അതായത് 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. എളുപ്പമല്ലേ? 5 past 2. ഇനി 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, 2:10 അല്ലേ? അപ്പം എന്താണ്? 10 past 2. 10 past 2. നമ്മൾ 2:10 എന്ന് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റേതായ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് 10 past 2. ഇനി മണി 2:15 നമ്മൾ മലയാളത്തിൽ പറയും മണി 2:15. മണി എത്രയാടാ? 2:15 എന്ന് പറയും അല്ലേ? മണി 2:15. അതിന് പറയുന്നത് 15 past 2 അല്ലേ? 15 past 2. പക്ഷേ അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് പറയണ രീതി എന്ന് പറയുന്നത്, നമ്മൾ 2:15 എന്ന് പറയുന്നില്ലേ മലയാളം, അത് തന്നെയാണ്. കാൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, കാൽ ഭാഗം, ക്വാർട്ടർ. അപ്പം ക്വാർട്ടർ past 2, അതായത് 2 മണി കഴിഞ്ഞ് ഒരു ക്വാർട്ടർ കഴിഞ്ഞു അല്ലേ? അതായത് ഒരു മണിക്കൂറിൻ്റെ ഒരു ക്വാർട്ടറാണ് 15 മിനിറ്റ്, 15 minutes. അപ്പം ക്വാർട്ടർ past 2. എളുപ്പമല്ലേ? ക്വാർട്ടർ past 2. ഇനി മണി 2:20 2 മണി കഴിഞ്ഞ് 20 മിനിറ്റായി. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 20 past 2. 20 past 2. അടുത്തത് 2:25. അതിന് 25
past 2 അല്ലേ? വാട്ട്സ് ദ ടൈം നൗ? 25 past 2. ഇനി മണി 2:30, 2:30 അല്ലേ? നമ്മൾ പറയാൻ മലയാളത്തിൽ മണി എത്രയാടാ സുരേഷ്? മണി എത്രയാടാ? മണി 2:30 2:30. ഈ അര അത് തന്നെയാണ് ഹാഫ്. അപ്പം ഹാഫ് പാസ്റ്റ് 2, ഹാഫ് പാസ്റ്റ് 2. അത് ഒരു മണി 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ഹാഫായി, ഹാഫ് പാസ്റ്റ് 2. അപ്പോൾ നേരത്തെ 2:15, 2:15 quarter past 2, 2:30, 2:30 ഹാഫ് പാസ്റ്റ് 2. അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൻ്റെ പകുതി ഭാഗം, ഹാഫ് പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം 2:35, 2:35 അല്ലേ? അല്ലെങ്കിൽ 35 past 2 ആണോ? അല്ലേ? അല്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2:30, 2:30 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ അടുത്ത റൂട്ട് മാറുകയാണ്. റൂട്ട് വേറെ റൂട്ടിലേക്ക് പോവുകയാണ്. അതായത് 2 മണി കഴിഞ്ഞാൽ അടുത്ത എവിടെയാണ് പോകുന്നത്? 3 മണിയിലേക്കുള്ള യാത്രയാണ്. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു, 2:30 മണി കഴിഞ്ഞു, 3ലേക്ക് യാത്ര. അവിടെ റൂട്ട് മാറും. അതായത് ഇനി മണി 3 ആകാൻ 25 മിനിറ്റ്. ചില പറയാറുണ്ട്, മണി എത്രയാ രാജു? എടാ മണി 3 ആവാൻ 25 മിനിറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് തന്നെയാണ്. അതായത് 25 to 3, 25 to 3. അപ്പം അങ്ങനെയാണെങ്കിൽ 2:40, 2:40, 2:40 എന്ന് പറയും 20 to 3. അതായത് 3 ആവാൻ 20 മിനിറ്റ്, 20 to 3. അടുത്തത് 2:45, 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ് അങ്ങനെ പറയും. മലയാളത്തിൽ നമ്മൾ 2:45 മണി എന്ന് പറയും, 2:45 അല്ലേ? അവിടെ പറയുന്നത് 15 to 3 ആണോ? അല്ല. പിന്നെന്താണ്? നമ്മൾ നേരത്തെ ഒരു ക്വാർട്ടർ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. യെസ്. അപ്പം അടുത്തത് 3 ആവാൻ ഇനി 1 ക്വാർട്ടറുണ്ട്. 3 ആവാൻ 1 ക്വാർട്ടർ ഇനിയുണ്ട്. അപ്പം എ ക്വാർട്ടർ ടു 3. നേരത്തെ പറഞ്ഞു എ ക്വാർട്ടർ പാസ്റ്റ് 2, 2:15 എ ക്വാർട്ടർ പാസ്റ്റ് 2, എ ഹാഫ് പാസ്റ്റ് 2, 2:30. ഇവിടെ എ ക്വാർട്ടർ ടു 3, 3 ആവാൻ എ ക്വാർട്ടർ ഉണ്ട്. ക്വാർട്ടർ മീൻസ് 15 മിനിറ്റ്. 2:45 എ ക്വാർട്ടർ ടു 3. ക്ലിയർ ആയല്ലോ? ഇനി 2:50, 2 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. എങ്ങനെ? 10 to 3 ഉണ്ടാ. 3 ആവാൻ 10 മിനിറ്റ്. 2:55. അപ്പം ഇനി വെറും 5 മിനിറ്റേ ഉള്ളൂ 3 ആകാൻ. അപ്പം 5 to 3. 5 means 5 minutes to 3. 5 to 3. നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് പറയാം. വാട്ട്സ് ദ ടൈം നൗ? 5 to 3. മണി 2:55, അതായത് 3 ആവാൻ 5 മിനിറ്റ്. അടുത്ത മണി 3 ആയി, ഇറ്റ്സ് 3 o'clock. ക്ലിയർ ആയല്ലോ? ഓക്കെ. നമുക്കിനി ഒരു 1 hour ഒരു ടൈം കൂടെ ഒന്നും പറയാം. ഒരു എക്സ്ട്രാ ഒരു പ്രാക്ടീസ്. 7 മണി. വാട്ട്സ് ദ ടൈം നൗ? ഇറ്റ്സ് 7 o'clock. 7:05, 5 past 7. 7:10, 10 past 7. 7:15, a quarter past 7. 7:20, 20 past 7. 7:25, 25 past 7. 7:30, a half past 7. AM കഴിഞ്ഞു, ഇപ്പുറത്തെ ചാടി. 7:35, 25 to 8. 7:40, 20 to 8. 7:45, a quarter to 8. 7:50, 10 to 8. 7:55, 5 to 8. And 8. It's 8 o'clock. That's all. വളരെ എളുപ്പമാട്ടോ. ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരൊന്നും നമ്മുടെ ആ ക്വാർട്ടർ, ഹാഫ് അത് ശ്രദ്ധിക്കുക. അടുത്ത PM വരുമ്പോൾ നമ്മൾ ക്വാർട്ടർ 2ലേക്ക് പോവുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന്
ബൈഹാർട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ അറിയാവുന്ന ടൈം ഫോർമാറ്റ് തെറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ മണി 7:10 7:10 തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ശരിയായ ഫോർമാറ്റ് പഠിച്ച് നമുക്ക് വച്ച് കഴിഞ്ഞാൽ ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് അവരുടെ മുമ്പൊക്കെ ഷൈൻ ചെയ്യാം, അല്ലേ? അതാണ്. അപ്പോൾ അവർ രാജു സമയത്രായി 7:30 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം, ചില 7:30 7:30 അല്ലെങ്കിൽ 8:45 മണി 9:45 9 15 മിനിറ്റ് ഇങ്ങനെ അടിക്കാം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ശരി. അപ്പം എന്തായാലും നമുക്ക് ഒരു എന്തെങ്കിലും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഉള്ള ഒരു വിഷയം വന്നതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇതിടുക. അതുപോലെ തന്നെ അവരോടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയുക. നിങ്ങളൊക്കെ എന്നോട് ഇപ്പം ഉള്ള ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ എത്തും. ഓക്കെ. ഇറ്റ്സ് 11:15. ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. ഉറങ്ങാനുള്ള സമയമായി. മണി 11 10:45 കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. താങ്ക് യു.